അസ്സലാമലൈക്കും. നമസ്കാരം കേട്ടോ കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫാത്തിമ സിമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് മഴയല്ല. അപ്പോൾ നമ്മൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. എല്ലാം ഒന്ന് കാണാനും ആക്കാനും ഒക്കെ. നമ്മളെ ഇതിനൊക്കെ കുത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ തെങ്ങിനും ഒക്കെ കുത്ത് കൊടുത്ത് ഒക്കെ റെഡി ആക്കി. പിന്നെ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ ചെടികളൊക്കെ കാട് മൂടി കിടക്കുകയാണ്. ഇതിലേക്കൊന്ന് ഇറങ്ങാനിപ്പോഴും സമയം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒന്നായിട്ട് കാട്, ഒരു മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്ക് ഒന്നായിട്ട് കാടായിട്ടാണ്. പിന്നെ ഒരു കുറേ ആൾക്കാർ ഒരു സംശയം ചോദിക്കുന്നത്, നീലമരി എന്നേതാണ്, അതെങ്ങനെയാണ് തിരിച്ചറിയാമെന്നൊക്കെ കേട്ടോ. അപ്പം നീലമരി ഇതാ ഇങ്ങനൊരു പൂക്കളോട് കൂടിയാണ് വരിക. ഇത് പിന്നെ വിത്തുകളായിട്ട് മാറാണ് കേട്ടോ ചെയ്യുക. കണ്ടില്ലേ, ഈ പൂക്കൾ പിന്നെ ഇതുപോലെ വിത്തുകളായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതേ സാധനം തന്നെ നമുക്ക് കാട്ടിലും കിട്ടാനുണ്ട്. പക്ഷെ അതിനിങ്ങനെ പൂക്കളും വിത്തുകളും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇത് തിരിച്ചറിയാനുള്ള വഴിയെന്ന് വെച്ചാൽ, മറ്റേത് ഇതിലും ഹൈറ്റിൽ പോകും കേട്ടോ. കാട് പോലെ നല്ലോണം പടർന്ന് പന്തലിച്ച് പോവും. പിന്നെ ഇത് അങ്ങനെ അങ്ങോട്ട് ആകൂല. ഇതിങ്ങനെ കുറച്ചൊരു ഇതിങ്ങോട്ടായാൽ പിന്നെ ഈ പൂക്കളും ഇത് കണ്ടില്ല, ഒരു പിങ്ക് പൂവ് എവിടെയും എന്താ ഒരു പിങ്ക് പൂവ് കണ്ടോ. ഇതോണം പൂക്കളിട്ട് പിന്നെ ആ വിത്തുകളായിട്ട് മാറി ആ വിത്തുകളുണ്ടോ ഇതോണായി മാറുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ മഴ ആണെങ്കിലും നമ്മൾ ഓരോ ചെടിയിൽ കൂടെ അങ്ങനെ നടന്ന് നോക്കിയില്ലെങ്കിൽ എല്ലാത്തിൻ്റെ കാര്യവും പോക്കാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇത് മഞ്ഞ കളറിലുള്ള മറ്റേ മരമുന്തിരിയില്ലേ, അതാണ് കേട്ടോ. പക്ഷെ അതിൽ അടുത്ത് പോണ ഒരവസ്ഥയാണ്. ഇത് കണ്ടോ, ബക്കറ്റ് നിറയെ വെള്ളം നമ്മൾ മറിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. ബക്കറ്റ് നിറയെ വെള്ളം. ഇതിൻ്റെ വേര് വന്ന് ഞാൻ കണ്ടോ, ഇവിടെ അതിന് ഹോൾസ് ഉള്ളത്. ഈ ഹോൾസിൽ വേര് വന്ന് നിറഞ്ഞ് ഇനിയിപ്പോൾ വേറൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെ ബക്കറ്റിൽ വെച്ചാൽ വേഗം കായ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരിക്കും എടുത്ത് മറയ്ക്കുമ്പോൾ ഇമല കായും മൊട്ടും പൂവൊക്കെ പോയതാ. നിറയെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ പൂവായിരുന്നു. ഇങ്ങനെ ഓരോരിക്കും അതൊക്കെ കണ്ടോ, ഇതൊക്കെ പൂക്കളാട്ടോ. പക്ഷെ ഇതൊന്നും അല്ല, ഇതിന് നിറയെ ഉണ്ടായിരുന്നു. കണ്ടോ, നമ്മൾ ഓരോരിക്കും ഇത് എടുത്ത് ഇങ്ങനെ മറിക്കുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോവാ. അങ്ങനെയൊക്കെ ആണ്, എന്താ പറയുക. പിന്നെ നമ്മളെ കറ്റാർവാഴ ഉണ്ടോ, അതൊരു വളം ചെയ്തിട്ടല്ല കേട്ടോ. അതിങ്ങനെ നിറയെ ഉണ്ടായി ഇങ്ങനെ വരുന്നത് ഒന്നും ചെയ്യലില്ല നമ്മളിപ്പോൾ 2-3 ദിവസമായി നമ്മളെ ഷെഡിലേക്ക് പോവാണ്ട് ചെടീൻ്റെ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഇവിടെ ഒക്കെ ഇനി ഒരുപാട് പണികളുണ്ട്. ഇടയ്ക്ക് വന്ന് ഓരോ പണികൾ ഇങ്ങനെ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി കിട്ടോ. എല്ലാം ഒരു ഭാഗത്താക്കട്ടെ വിചാരിച്ച് അപ്പം മാറ്റിയിട്ടുണ്ട്. നമ്മളതിൽ പൂക്കൾ നമ്മൾ കുറേ സമയം ഞാൻ കാണിച്ചതാണ്. നിറയെ വീണ്ടും പൂക്കളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ചെടി ഇങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ ബൾബുകൾ നിങ്ങൾ ആരും ചോദിക്കേണ്ട, നമ്മളെടുത്ത് കൊടുക്കാനില്ല. അപ്പം നിങ്ങൾ ഈ പൂക്കളെ സ്ക്രീൻഷോട്ട് എടുത്ത് ചെടികൾ ഗ്രൗണ്ട് ഓർക്കിഡ് സെയിൽ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുത്താൽ ഇതേ സെയിം കളറിലുള്ള പൂക്കളുള്ള ചെടികൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വാങ്ങിക്കുക. ഇത് വാങ്ങിയാൽ നഷ്ടമില്ലാത്തൊരു ചെടിയാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിലുള്ള പൂക്കളാണ്. ഒരു ചട്ടിയിലുള്ള പൂക്കളാണ് ഇത്രയും പൂക്കൾ. അപ്പോൾ ഒരു 10 ചട്ടിയിലുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മാറ്റി വെച്ചതാണ് കേട്ടോ. വേറെ പിന്നെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ച പൂക്കൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ കാണിച്ച പൂക്കൾ തന്നെയാണുള്ളത്. പുതിയതായിട്ടൊരു പൂക്കളൊന്നുമില്ല. ഒക്കെ പുതിയതായിട്ടുള്ളതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിറയെ ഇങ്ങനെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഷെഡിൽ മാത്രമേ വെക്കും ഗ്രൗണ്ട് ഓർക്കിഡ്, പുറത്തേക്കൊന്നും വെക്കില്ല. നമ്മൾ പുറത്ത് വെക്കുന്നതിലും പൂക്കളെങ്കിൽ ഒന്ന് ഈ ഷെഡിൽ വെക്കുമ്പോൾ ഉണ്ട് എന്നൊരു തോന്നൽ. ഇതൊക്കെ പുല്ലേറി തന്നെ കിടക്കുന്നുണ്ട്. ഒക്കെ റെഡിയാക്കി എടുക്കണം. ഇതും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നിങ്ങളുണ്ടോ,
ഇത് ഒരു വൈറ്റ് മിക്സായിട്ട് വരുന്നുണ്ട്. ഇതിലങ്ങനെ വൈറ്റ് മിക്സായിട്ട് കൂടുതലില്ല, ഈ വയലറ്റ് കൂടുതലാണ്. ഇത് കൂടുതൽ വൈറ്റ് മിക്സായിട്ട് വരുന്നു. പിന്നെ നമ്മളെ എന്താ പറയുക, നാടൻ വെറൈറ്റി വൈറ്റാണ് കേട്ടോ. ഇത് നിറയെ പൂക്കളുണ്ടാകുന്നത്, പക്ഷെ ഒരു പിങ്ക് കളർ കയറി വരുന്നതാണ് കേട്ടോ. അപ്പം എനിക്കറിയാം നിങ്ങൾക്ക് ചെടികളും പൂക്കളും ഇതൊക്കെയാണ് കാണാൻ ആഗ്രഹം, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ അടീനിയം ഈ ഒരു പൂവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾ കണ്ടോ, ചീഞ്ഞു പോയിട്ട് ഞാൻ ഇപ്പോൾ ഇത് മൊത്തം ചീഞ്ഞു പോയിട്ടോ. 500 റുപ്യ 1000 റുപ്യ വിലയുള്ള ചെടികളൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോവും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ഇതിപ്പോൾ ചീച്ചിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ ചെത്തി കീഴുള്ള ഭാഗമൊക്കെ പോക്കി സാഫ് പുരട്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളെടുത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അടീനിയം ഇപ്പോൾ സീസണൊന്നും അല്ലല്ലോ. പിന്നെ അവിടുന്ന് ഏതെങ്കിലും ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ വിരിഞ്ഞെങ്കിലായി. അങ്ങനൊക്കെയാണ്. ഇതുണ്ടോ, ഇതൊന്നും വലിയ കുഴപ്പമില്ല, അത് ഉള്ളോട്ട് പോയില്ല, അത് ഇവിടെ അങ്ങ് റെഡിയായി കിട്ടും ഇങ്ങനത്തെ. പക്ഷെ ചിലത് ഉള്ളോട്ട് പോയതുണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ഉള്ളോട്ട് പോയിക്ക്. ഇതുണ്ടോ, ഇങ്ങനൊക്കെ വരുമ്പാണ് ഈ ചെടി പിടിച്ചാൽ കിട്ടൂല. ഇത് കണ്ടോ, അതൊക്കെ ചീച്ചിൽ വന്നു. അതൊക്കെ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് ഇതിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ കേടുള്ളതൊക്കെ ഒഴിവാക്കണം. ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ ചെയ്യാനുണ്ട്. കുറേ ചെടികൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ചെടികൾ കണ്ടോ, ഇത് കണ്ടോ നിങ്ങളതാ ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. അപ്പം ഇതൊക്കെ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് കൊടുത്തതിന് വീണ്ടും കേടും ചീച്ചിലും വന്ന് ഒക്കെ പോയിട്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഗ്രാഫ്റ്റിങ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് പോയാൽ പോയി. അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മൾ കടലാസ് ചെടികളെ പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഇതിൽ കിട്ടും, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല. പിന്നെ നമ്മളാ ഓർക്കിഡുകൾ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ കുറേയൊക്കെ ഒരു ഉഷാറാവുന്നുണ്ട്. കുറേ ഉഷാറായി വരുന്നുണ്ട്. ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഹെൽത്തിയായിട്ട് വരുന്നുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് ഓൾക്ക് അന്തരീക്ഷത്തിൽ നിന്നുള്ള നല്ല തണുപ്പൊക്കെ കിട്ടി ഒക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഫെലനോപ്സിസ് ആണ് നഷ്ടപ്പെട്ട് വേഗം പോവുക, അതാണ്. മറ്റെല്ലാത്തിനേക്കാണ് ഒക്കെ എന്തോ പുഴുക്കൾ വന്നങ്ങനെ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ തൈകളാക്കൽ, ഇങ്ങനെയാണ്, ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. നമ്മൾ ഈ പെല്ലറ്റൊക്കെ വാങ്ങി വെച്ചെടുത്തിനു, പക്ഷെ അതൊന്നും വെച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ട്, ആരും തിന്നിട്ടൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മളെ ചെടി വിശേഷങ്ങൾ. ഇതൊക്കെ കണ്ടില്ലേ, ഒക്കെ നഷ്ടപ്പെട്ടു പോയി പുറത്ത് വെച്ചപ്പോൾ. ഇങ്ങോട്ട് മാറ്റിച്ചേരാം. അതിമ്മൽ പൂവുണ്ട്, പിന്നെ വേറെ ഒരു പൂവ് വിരിയുന്നുണ്ട്, വിരിഞ്ഞ് വരുന്നുണ്ടെങ്കിലും കേടായി പോകുന്നുണ്ട്, അതൊക്കെയാണ്. പിന്നെ ഈ ഓർക്കിഡ് പൂവ് നമ്മളെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ച അതേ പൂവ് തന്നെയാണ്. ഇതിനെ കുറേ ദിവസം ഇങ്ങനെ നിൽക്കല്ല, വലിയൊരു സുഖമില്ലാത്തൊരു ഫെലനോപ്സിസ് ആണ്. പിന്നെ ഇതൊക്കെ ഇത് നഷ്ടപ്പെട്ടു പോയി വിചാരിച്ച് ജീവിച്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ വേറെ ഉള്ളതൊക്കെ പോയി എന്ന് തോന്നുന്നു. ഇതൊക്കെ പോയി ഇതൊക്കെ പോയി കൂട്ടാം.